നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 17 ചൊവ്വാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിച്ചാൽ ഇന്നലെ ഒരു മിക്സഡ് ആയ രീതിയിലാണ് US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ന് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട US ഫെഡറൽ റിസർവ് മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് തന്നെയാണത്. 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് 50 ബേസിസ് പോയിന്റ്സിലേക്ക് പോകുമോ എന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന കാര്യം. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് 45 മുതൽ 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ഇന്ന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇന്ത്യയിലെ മറ്റു വാർത്തകളിലേക്ക് വന്നാൽ 4ാമത് ഗ്ലോബൽ റീ ഇൻവെസ്റ്റ് റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ റിന്യൂവബിൾ എനർജി സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ പ്രത്യേകം വാച്ച് ചെയ്യേണ്ടതുണ്ട്. 2030 500 ജിഗാവാട്ട് ഗ്രീൻ എനർജിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാണ് ഇന്നലെ അവിടെ പറയുകയുണ്ടായത്. അപ്പോൾ ഒത്തിരിയേറെ വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം റിന്യൂവബിൾ എനർജി സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ വാർത്തയാണ്. 2030 500 ജിഗാവാട്ട് ഗ്രീൻ എനർജി ഇന്ത്യ ലക്ഷ്യമിടുന്നു. ബാങ്കുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും $386 ബില്യൺ, അതായത് 32.45 കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയോടെ 2030 അതിന്റെ പുനരുപയോഗ ഊർജ്ജശേഷി 200 മെഗാവാട്ടിൽ നിന്ന് 500 മെഗാവാട്ടായി ഉയർത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റേഴ്സ് മീറ്റിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായത്. റിലയൻസ്, അദാനി, NTPC തുടങ്ങിയ കമ്പനികളും ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളും വൻതോതിൽ റിന്യൂവബിൾ എനർജി പദ്ധതിക്കായി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് റിന്യൂവബിൾ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, അദാനി ഗ്രൂപ്പ്, ടൊറന്റ് പവർ, NTPC, റിന്യൂ പവർ തുടങ്ങിയ കമ്പനികൾക്ക് ഈ ഒരു വാർത്ത പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഗ്ലോബൽ റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റ്മെന്റ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം റിന്യൂവബിൾ എനർജി സെക്ടറിന് വലിയ സാധ്യതകളാണ് ഉള്ളത് എന്ന് പറയുകയുണ്ടായി. അടുത്തതായി അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. സെപ്റ്റംബർ ആദ്യ പകുതിയിൽ, അതായത് 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ 14% അധിക മഴയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടർ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ് ഇനി. ആദ്യം JK ടയർ. കാവൻഡിസ് ഇൻഡസ്ട്രീസ് കമ്പനിയുമായി ലയിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. കാവൻഡിസ് ഇൻഡസ്ട്രീസിന്റെ ഓരോ 100 ഓഹരികൾക്കും കമ്പനിയുടെ 92 ഓഹരികൾ അധികമായി ലഭിക്കും. മറ്റൊരു കമ്പനി ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് ആണ്. US കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ഇൻഡോ കൗണ്ട് ഗ്ലോബൽ മറ്റൊരു US കമ്പനിയായ ഫ്ലൂവിറ്റെക്സ് USA വലിയൊരു ഭാഗം $19.6 മില്യൺ വാങ്ങി എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയുണ്ട്. അടുത്തതായി TVS ഹോൾഡിംഗ്സ് ആണ്. കമ്പനി അതിന്റെ സ്റ്റെപ്പ് ഡൗൺ സബ്സിഡറിയായ TVS ഡിജിറ്റലിന്റെ 100% ഓഹരി അതിന്റെ അനുബന്ധ സ്ഥാപനമായ TVS മോട്ടോർ കമ്പനിയിൽ നിന്ന് ഏറ്റെടുത്തു. അടുത്തതായി സന്തൂർ മാഗ്നസ് ആൻഡ് അയൺ ഓർ എന്ന കമ്പനിയാണ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 1 അതിലധികമോ തവണകളിലായി 1000 കോടി രൂപ വരെ സമാഹരിക്കുന്നതിന് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് HEG എന്ന കമ്പനിയാണ്. കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ ഗുൽഷൻ കുമാർ ഷക്കുജ അദ്ദേഹം തൽസ്ഥാനത്ത് നിന്നും രാജിവെച്ചു എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ് കമ്പനിയെക്കുറിച്ച് വരുന്നത്. അടുത്തത് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫറുകൾക്കായി മൈക്രോസോഫ്റ്റ് അസൂർ ഓപ്പൺ AI സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. ഇനി മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന IPO PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് ആണ്. ഇതുകൂടാതെ ഒത്തിരിയേറെ കമ്പനികൾ എക്സ് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ആ കമ്പനികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. അടുത്തതായി F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബിർള സോഫ്റ്റ്, GNFC, LIC ഹൗസിംഗ് ഫിനാൻസ്, ആർത്തി ഇൻഡസ്ട്രീസ്, ബൽറാംപൂർ ചീനി മിൽസ്, ബന്ധൻ ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസർ, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ നടക്കാറുള്ളത് രാവിലെ 11 മണിയോട് കൂടിയാണ്. 3:30 വരെയാണ് ലൈവ് സെഷൻ ഉണ്ടായിരിക്കുക. ചില ദിവസങ്ങളിൽ നമുക്ക് ലൈവ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കാറില്ല. അത്തരത്തിലുള്ള ദിവസങ്ങളിൽ സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതുവഴി ഞങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും അവിടെ നിന്ന് ലഭിക്കുന്നതുമാണ്. ഇതുകൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലും ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ആ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി.
ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. സെൻസെക്സും നിഫ്റ്റിയും മിഡ് ക്യാപ്പും പുതിയ ഓൾ ടൈം ഹൈ ഇന്നലെ ഹിറ്റ് ചെയ്തു. ഇന്നലത്തെ സെക്ടറുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ സ്റ്റോക്കുകളും ഫിനാൻഷ്യൽസുമാണ് നിഫ്റ്റിയെ ലിഫ്റ്റ് ചെയ്തത്. JSW, ഹിൻഡാൽകോ എന്നിവ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറി. ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ തന്നെ വലിയ റെസ്പോൺസ് ലഭിച്ച ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഇന്നലെ അപ്പർ സർക്യൂട്ട് അടിച്ചു. 135% സ്റ്റോക്ക് ഉയർന്നത്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ ഇന്നലെ ഇടിഞ്ഞു. LIC ഹൗസിംഗ് ഫിനാൻസും PNB ഹൗസിംഗ് ഫിനാൻസും 6% ഇടിഞ്ഞത്. ഇന്നലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിച്ച ഒരു വാർത്ത പറഞ്ഞിരുന്നു. സ്റ്റോക്ക് 8% ഉയർന്നു. ഗ്രീൻ ഫ്യൂവൽ എനർജിയെ 133 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കും എന്ന വാർത്ത വന്നതോടെ ലുമെക്സ് ഓട്ടോ 10% ഉയർന്നു. അടുത്തതായി നിഫ്റ്റിയിലേക്കാണ്. 25,383-ൽ 27 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ മോർണിംഗ് സെഷനിൽ തന്നെ പുതിയ ഒരു ഓൾ ടൈം ഹൈ നിഫ്റ്റി ഹിറ്റ് ചെയ്തിരുന്നു. 25,445 പുതിയ ഓൾ ടൈം ഹൈ ആയി വരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ 25,430 മുതൽ 25,500 വരെയുള്ള ലെവൽ തന്നെയാണ്. കീ സപ്പോർട്ട് ലെവൽ ആവാൻ സാധ്യതയുള്ളത് 25,150 മുതൽ 25,200 വരെയുള്ള ലെവലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ ഡെയിലി ക്യാൻഡിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ അപ്പർ ലോവർ വീക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. അതായത് നിഫ്റ്റി ഓവറോൾ ബുള്ളിഷ് ആണെങ്കിലും ചെറിയ വീക്ക്നെസ് ഒക്കെ നമുക്ക് ഷോർട്ട് ടേമിൽ കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത്. ഹവർലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് പെനന്റ് ആൻഡ് പോൾ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം വാച്ച് ചെയ്യേണ്ടതാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 26,000-ലാണ് കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,400 സ്ട്രൈക്കും അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000-ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 25,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,400-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,200-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 25,400 സ്ട്രൈക്കിൽ 63% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 6% മാത്രം വർധനമാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണത്. അടുത്തതായി 25,350 സ്ട്രൈക്കിൽ 14% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ 36% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ കോൾ സൈഡിൽ നടക്കുന്നത്. അടുത്തതായി 25,450 സ്ട്രൈക്കിൽ 91% ഒരു ബിൽഡപ്പ്, ലോങ് ബിൽഡപ്പാണത് പുട്ട് സൈഡിൽ. എന്നാൽ കോൾ സൈഡിൽ 1% ഇടിവാണ് നടക്കുന്നത്. അതായത് ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതൽ ശക്തി ആർജിച്ചു വരുന്നത്. 215 പോയിന്റ്സ് ആണ് ഇന്നലെ ഉയർന്നത്. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 52,153 എന്ന നിലയിലും. ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്ന 52,000, അതായത് ജൂലൈ 22-ന് ശേഷം ഇത് ആദ്യമായി ക്രോസ് ചെയ്തു എന്നത് വലിയ പോസിറ്റിവിറ്റി തന്നെയാണ്. മാത്രമല്ല ഹയർ ലോ ഫോർമേഷൻ ആണ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഘടകമായി തന്നെ കാണാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 53,000-ലാണ് കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 54,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000-ആണ്. അതിനുശേഷം 51,500 സ്ട്രൈക്കും അതിനുശേഷം 52,000 സ്ട്രൈക്കുമാണ്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക്. വീണ്ടും ഇന്ത്യ വിക്സ് ഇടിയുകയുണ്ടായി. 12.46-ൽ 0.77% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. 1,634 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ സെല്ല് ചെയ്തത്. ഏറെ ദിവസത്തെ ബൈയിങ്ങിന് ശേഷം അവർ ഇന്നലെയാണ് ഒരു സെല്ലിങ്ങിലേക്ക് പോകുന്നത്. DIS 754 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റിലേക്ക്. ഇന്നലെ ഡൗ ജോൺസും S&P 500-ഉം ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.55% നേട്ടത്തിലും S&P 500 0.13% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് ആണ് ഇന്നലെ ഇടിഞ്ഞത് 0.52%. ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കുന്ന US ഫെഡറൽ റിസർവ് മീറ്റിംഗിന് മുന്നോടിയായാണ് ടെക് സ്റ്റോക്കുകൾ ഇടിഞ്ഞത്. S&P 500-ലെ 11 സെക്ടറുകളിൽ ഇന്നലെ ടെക് സെക്ടർ ഇടിഞ്ഞത് 0.95%. സ്റ്റോക്കുകളിൽ ആപ്പിൾ 2.78% ഇടിഞ്ഞു. Nvidia 1.95% ഇടിഞ്ഞത്. ബ്രോഡ്കോം 2.19% ഇടിഞ്ഞു. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.30% നേട്ടത്തിലും ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1% മുകളിൽ നേട്ടത്തിലും HDFC ബാങ്ക് 0.42% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.3% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.86% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.09% ഇടിവിലും S&P 500 0.13% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക്.
US ഫെഡറൽ മീറ്റിംഗിന് മുന്നോടിയായി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും മിക്സഡ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകളും ഏറെക്കുറെ ഫ്ലാറ്റായ രീതിയിലാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ചൊവ്വാഴ്ച ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മിക്സഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,492 എന്ന നിലയിലാണ്. 29.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് വലിയ ഇടിവിലാണ്. 1.29% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ് മാർക്കറ്റ് 0.62% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 0.13% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇന്നലെ ഓയിൽ പ്രൈസുകൾ 1% മുകളിൽ ഉയരുകയുണ്ടായി. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $73.02 പെർ ബാരൽ എന്ന നിലയിൽ 0.08% നേട്ടത്തിലാണുള്ളത്. WTI ഉള്ളത് $69.40 പെർ ബാരൽ എന്ന നിലയിലാണ് 0.55% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.